क्या देखते हो सूरत तुम्हारी, क्या चाहते हो चाहे तुम्हारी, न हम जो कहते कह ना सकोगी, लगती नहीं थी नीयत तुम्हारी, क्या देखते हो. നല്ല അർത്ഥമുള്ള പാട്ടാണ്. അങ്ങനെ ഞാൻ പാടിയതാ. ക്യാ ദേഖ്തേ ഹോ, നീ എന്താ നോക്കുന്നത്. സൂറത്ത് മാരി, നിൻ്റെ മുഖാ ഞാൻ നോക്കുന്നത്. ക്യാ ചാഹത്തേ ഹോ, നീ എന്താ കൊതിക്കുന്നത്. ചാഹത്ത് തുമാരി, നിൻ്റെ ഇഷ്ടമാണ് കൊതിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നാ ഹം ജോ കഹത്തെ, ഇല്ല ഞാനത് പറയൂലാന്ന്. കഹനാ സക്കോഗി, നീ പറയണോന്ന്. ലക്തി നഹി തീ സൂറത്ത് മാരി, നീയത്ത് തുമാരി, അങ്ങനെ നിൻ്റെ മുഖത്തിൽ അങ്ങനത്തെ ഒരു നീയത്തായിട്ട് കണ്ടില്ലല്ലോ. ദിൽ തോ പാഗൽ ഹൈ യാർ, ദിൽ ദീവാന ഹൈ, ക്യാ കരേഗ. ഞാൻ സൗദി അറേബ്യയിലുണ്ടായ ഒരു കഥ പറയാം. അങ്ങനെ വലിയ പൈസയെല്ലാം കൊടുത്ത് ചെറിയ വയസ്സിൽ 18 വയസ്സിൽ സൗദിയിലെത്തി. 3-4 കൊല്ലം അവിടെ ഉണ്ടായി. അങ്ങനെ അവിടെ ഒരു വലിയ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഇലക്ട്രിക് പ്ലംബിങ്ങിൻ്റെ ഒരു ഷോപ്പാണ്, ഭയങ്കരപ്പെട്ട അറബിയുടെ. അവിടെ എത്തി. അവിടെ നിന്ന് 60 റിയാൽ, നമ്മൾ ഒമാൻ്റെ, സൗദിയുടെ എത്രയാ 600 റിയാൽ. അപ്പം ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് സിമെൻറ്റ് വരൂ. 2 ശ്രീലങ്കക്കാരനും 2 ഇന്ത്യക്കാരനും നിന്നിട്ട് ഇറക്കണം. അത് ഇറങ്ങി തീരുമ്പോഴേക്ക് തന്നെ പിന്നെയും ഒരു ലോഡ് വരും, അതും ഇറക്കണം. അത് തീരുമ്പോഴേക്ക് പിന്നെ ഒരു ലോഡ്. ഈ ഇറക്കിയ സാധനം കയറ്റവും ചെയ്യണേ, അത് വേറെ കഥ. വയസ്സെത്രയാ, 18 വയസ്സ് 19 വയസ്സെന്തോ ആണ്. അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം തിന്നാലേ ഇതിറക്കാൻ പറ്റും. അങ്ങനെ 1 കൊല്ലമായി കിട്ടിയ ശമ്പളം എല്ലാം തിന്ന് തീർക്കല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ വിചാരിച്ചു, പഠിച്ചോ നമ്മളിങ്ങനെ ഗൾഫിലെല്ലാം വന്നിട്ട് വലിയ ആളെല്ലാം ആയിട്ട് ഇതുവരെ പൈസയൊന്നും ബാക്കിയായിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ഉണ്ടാക്കണമെന്നുള്ള ചിന്ത അത് ചെറുപ്പത്തിലേ ഉള്ളതാണ്, കുറച്ച് കാശുണ്ടാക്കണമെന്നുള്ളത്. അങ്ങനെ ചെറുപ്പത്തിൽ 10-16 വയസ്സിലെല്ലാം 2 കടയെല്ലാം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. 16 വയസ്സിൽ കേട്ടാ. ജ്യേഷ്ഠന്മാരെല്ലാം ഗൾഫിൽ പോയി. അങ്ങനെ കട അവർ പോകുന്ന സമയത്ത് അവരെ കടയിൽ നമുക്ക് തന്ന്, ഒരു കട തന്ന് അതിന് 1-നെ 2ആക്കി. അങ്ങനെ ആ കടയിലും വിറ്റിട്ടാണ് വിസക്ക് പൈസയും കൊടുത്തിട്ട് പോകുന്നു. ഓക്കെ. അങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയിൽ തലയെ തെളിഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഓലൻ്റെ കേസറ്റ്, ഓഡിയോ കേസറ്റ്, പാട്ടെല്ലാം കേൾക്കുന്ന കേസറ്റില്ല ഓലയുടെ, അത്. അങ്ങനെ ഈ മദീനയിലേക്കുള്ള പാത എന്ന് പറഞ്ഞ സമദാനിയുടെ 7 വോളിയുണ്ട്. അതാണ് ഫസ്റ്റ് റെക്കോർഡിങ് തുടങ്ങിയത് ഞാൻ. അങ്ങനെ ഒരു വലിയ ടേപ്പ് റെക്കോർഡെല്ലാം മേടിച്ചുകൊണ്ടാന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ രാത്രി കുറേ റെക്കോർഡിങ് ആക്കും. 8 മണിക്ക് ജോലിക്ക് പോകുന്നത് വരെ സുബഹിക്ക് എണീച്ചിട്ട് അങ്ങനെ കുറേ റെക്കോർഡിങ് അതും ആക്കും. അങ്ങനെ ഒരാഴ്ച റെക്കോർഡിങ് ആക്കിയിട്ട് അതെല്ലാം മൊത്തത്തിൽ വെള്ളിയാഴ്ച ഉച്ചവരെ പണിയെടുക്കണം. അത് കഴിഞ്ഞാൽ ഫ്രീയാണ്, പിന്നെ ശനിയാഴ്ച പോയാൽ മതി. അപ്പോൾ ഉച്ചക്ക് നിന്ന് ജുമാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യും, വലിയൊരു പെട്ടിയിൽ കേസറ്റെല്ലാം വെച്ചിട്ട് സൈക്കിളിൽ എടുത്തിട്ട് പോകും. ഞാൻ പോയിട്ട് ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമോ മലയാളികളുള്ള ഹിന്ദിക്കാരെല്ലാം സ്ഥലത്തെത്തും. ഞാൻ ഫസ്റ്റ് മലയാളികൾക്കെല്ലാം കൊണ്ടുപോയിട്ട് കൊടുത്ത്, അങ്ങനെ ഞാനെന്ത് ചെയ്യും, പോകുന്നിടത്തു നിന്നല്ലോ ഈ നല്ല മാപ്പിളപ്പാട്ടിൻ്റെ കേസെല്ലാം കിട്ടും. ഞാൻ റെക്കോർഡിങ് ആക്കിയിട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവരോട് മേടിക്കും. കൊണ്ടുവന്നിട്ട് 10-100 റെക്കോർഡിങ് ആക്കും ഞാൻ ഒരു പീസ് കൊണ്ടുവന്നിട്ട്. അങ്ങനെ രാമായണത്തിൻ്റെ ഭഗവത്ഗീത, അങ്ങനെ ഒരുപാട് ഹിന്ദു ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങളെല്ലാം റെക്കോർഡിങ് ആക്കും. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പൈസക്കാരനായി നമ്മൾ കേട്ടാ. അന്ന് നമുക്ക് ചെറിയ പൈസയെല്ലാം വലുതല്ലേ, ഇന്നും ചെറിയ പൈസ വലുതന്നെ കേട്ടാ. അങ്ങനെ കുറച്ച് പൈസയെല്ലാം ആകാൻ തുടങ്ങി, നല്ലോണം തിന്നാനെല്ലാം തുടങ്ങി, നാട്ടിലെല്ലാം അയച്ചു കൊടുക്കാനെല്ലാം തുടങ്ങി. അങ്ങനെയെല്ലാം ഒപ്പിച്ച് പിടിച്ചിട്ട് 1 ലക്ഷം റുപ്യ ഉപ്പാക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പ ഒരു സ്ഥലം ഉണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇടുന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ എന്ത് ചെയ്ത് അതൊരാൾക്ക് കൊടുത്ത് സ്ഥലം മേടിച്ച്, അങ്ങനെ സ്ഥലം മേടിച്ചിട്ട്
അങ്ങനെ ഞാൻ പിന്നെയും കച്ചവടം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, 1,00,000 റുപ്യക്ക് ഒരു ഏക്കർ സ്ഥലം കിട്ടീന് കേട്ടോ അന്ന്. അങ്ങനെ ഇതേ കാസറ്റിൻ്റെ പരിപാടിയെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്തായി എന്ന് പറഞ്ഞാൽ, നാട്ടിൽ വന്നിട്ട് പോയി ഞാൻ വന്നിട്ട് പോയി. ഒരു ദിവസം വെള്ളിയാഴ്ച ഞാൻ പോയി പെട്ടത് ഒരു ആന്ധ്രക്കാരൻ്റെ റൂമിലായിപ്പോയി. അപ്പോൾ ഹിന്ദി കാസറ്റ് അവരെടുക്കും. അങ്ങനെ അവന ഡോക്ടറാണ്, ഭാര്യയും ഡോക്ടർ, ഭർത്താവും ഡോക്ടർ. സുബ്ഹാനല്ലാഹ്, മണിക്കൂർ കണക്കിന് അവരിത് ടെസ്റ്റ് ചെയ്ത് കേട്ട് ഹൂന്നെല്ലാക്കി പിടിച്ചിട്ട് തീരുമ്പോഴേക്ക് രാത്രി 12-1 മണിയായി. വേഗം ഞാൻ ഒരു 11 മണിക്കൊക്കെല്ലാം ഞാൻ റൂമിലെത്തിയിട്ട് അടങ്ങി കടന്നുറങ്ങുന്നൊരു മനുഷ്യനാണ്. വരുന്ന ബൈക്കിൽ നിന്ന് അതാ മോനെ പോലീസ് പിടിച്ച്. ആ സമയത്ത് സമദാനിൻ്റെ എന്തോ ഒരു കുഴപ്പമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫഹദ് രാജാവിനെ എന്തോ പറഞ്ഞിട്ട് മറ്റൊരു കുഴപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാസറ്റൊക്കെ, ഓഡിയോ കാസറ്റൊക്കെ നിരോധിച്ച സമയം ആയതുകൊണ്ടാണ് എനിക്കിത് സെയിൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ഭക്തിഗാനങ്ങൾ എല്ലാം ആയിട്ടുള്ള സംഭവമല്ലേ. അങ്ങനെ എന്തിനു പറയുന്നത്, പോലീസ് പിടിച്ച് കൊണ്ടുപോയി. പോലീസിനോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇതിലെന്താണെന്ന് ചോദിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇതിൽ തുണിയും കുപ്പായാണ്, കുറച്ച് 2-3 തുണിയും കുപ്പായാലും മേലെ വെച്ചിട്ട് ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ അവൻ നോക്കിയിട്ട് പറഞ്ഞ് കാസറ്റല്ലേ, അതിലെന്നാപ്പോൾ നീ പോടുമെന്ന് പറഞ്ഞ്. പിന്നെ അവർ പോലീസിനെ വലിയ ഐജിനെ അവരും വിളിച്ചിരിക്കും, ഇൻസ്പെക്ടറായിട്ടും വിളിച്ച് പറഞ്ഞ സമയത്ത് പിടിച്ചുകൊണ്ട് പോയി. പഠിച്ചോനെ കൊണ്ടുപോയി 1-2 ആഴ്ച അതിൻ്റെ ഉള്ളിൽ ജയിലിൻ്റെ ഉള്ളിലായി. അല്ലോ, ആ സമയത്ത് ഈ ജയിലിൻ്റെ ഉള്ളിലൊരു മനുഷ്യനാകുമ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടാ, എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ട് അത്. ഇനിയിപ്പോൾ എൻ്റെ അറബി ശമ്പളം തന്നിട്ടില്ലെങ്കിലും ശരി, എനിക്ക് ഒരു 5 കൊല്ലത്തേക്ക് ശമ്പളം തരാണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ശരി, എനിക്ക് ഈ ജയിലിൽ നിന്ന് പുറത്ത് വന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിൽ ആയിപ്പോവും കേട്ടാ. ജയിലിൽ നിന്നും ഒന്നും ഒരിക്കലും ആയിപ്പോണ്ട. അങ്ങനെ 10-15 ദിവസം. അപ്പോൾ ഈ അറബിൻ്റെ ഒരു അമ്മാവനുണ്ട്, ഉമ്മാൻ്റെ അനിയൻ. ഉമ്മാൻ്റെ ഏട്ടനാണ്, ഉമ്മാൻ്റെ ഏട്ടൻ. അയാൾ എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടാക്കുറ്റിയായ പൈസകൾ പിരിപ്പിക്കുന്ന പണിയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്നെ കൂട്ടിയിട്ട് പോകും. എന്നെ വലിയ ഇഷ്ടമാണ്, എന്തോന്നറിയില്ല, വല്ലാത്തൊരു ഇഷ്ടം എന്നോട്. എനിക്കും അയാളോട് ഇല്ലാത്ത ഇഷ്ടമാണ്. എന്തുണ്ടെങ്കിലും എനിക്ക് തരുമൊക്കെ ചെയ്യൂ, ചായയും കടിയെല്ലാം മേടിച്ചുകൊണ്ട് തരും. അങ്ങനെ ഇങ്ങനെയെല്ലായിട്ട് ഭയങ്കര ഒരു മൊഞ്ചിലുള്ളൊരു ജീവിതമായിരുന്നു. അങ്ങനെ അയാൾ പറഞ്ഞ്, നമ്മളെ സ്പോൺസറോട് പറഞ്ഞ്, ഇസ്മായിലിന് എന്തായാലും ഇറക്കിയേ മതിയാവും, സ്പോൺസറോ ഇറക്കൂലെന്ന്. ഞാൻ അവനിക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തിന്, ഭക്ഷണം കൊടുത്തിന്, ശമ്പളം കൊടുത്തിന്, ഞാൻ എല്ലാ സംഗതിയും ചെയ്തിന്. എന്നിട്ടവൻ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അവനിക്ക് ഇറക്കുകയേ ചെയ്യില്ല. ഇയാൾ പറയുന്നത് അവനെ ഇറക്കിയിട്ടില്ല ഞാൻ ജോലിക്ക് വരില്ല. ലാസ്റ്റ് നീ വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല അറബി. ലാസ്റ്റ് അയാൾ വന്ന് അയാളെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം അവിടെ ആ നാട്ടിലുണ്ട് നിയമപരമായിട്ട് വെച്ച് കൊടുത്തിട്ട് ജാമ്യത്തിൽ എന്നെ പുറത്ത് വിട്ട്. ജാമ്യത്തിൽ പുറത്ത് വിട്ട് വന്ന് എന്നിട്ട് പണിയെല്ലാം എടുക്കാൻ തുടങ്ങിയ സമയത്ത് മനസ്സിനൊരു സമാധാനമില്ല. ഈ കാസറ്റ് ആക്കണമെന്ന് തന്നെ പിന്നെ മനസ്സിൽ, കാരണം നല്ല പൈസ കണ്ടതാണ് ഞാൻ അതിൽ. അങ്ങനെ രണ്ടാമതും ഞാൻ എന്ത് ചെയ്ത് ടേപ്പ് റെക്കോർഡെല്ലാം ആയിക്കൊണ്ട് അന്ന് പരിപാടി തുടങ്ങി. പടച്ചോനെ, പിന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നടന്നു പോകുന്നുണ്ടെങ്കിൽ, റൂമിൻ്റെ പുറത്തോട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് പോലീസായിരിക്കും വരുന്നത് വിചാരിച്ച് പേടിയാകാൻ തുടങ്ങി. ലാസ്റ്റ് അതാടെല്ലാം മടക്കി വെച്ച് അങ്ങനെ എപ്പോൾ ഒരിക്കൽ സ്പോൺസറുമായിട്ട് എന്തോ ഒരു കാര്യത്തിന് അങ്ങ് തെറ്റിയ സമയത്ത് അവനിക്ക് ദേഷ്യം പിടിച്ചിട്ട്, അറബിയല്ലേടോ, സൗദിയല്ലേ, എൻ്റെ ബത്താക്കിയും പാസ്പോർട്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ബത്താക്ക മേടിച്ച് കൊണ്ടുപോയി. അന്നൊന്നും ഈ കമ്പ്യൂട്ടർ സിസ്റ്റമെല്ലാം കുറവായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന കേട്ടാ. അങ്ങനെ അടിച്ചിട്ട് കൊണ്ടുവന്ന് ടിക്കറ്റും കൈമ തന്നിട്ടുണ്ടായിരുന്നു, കയറിപ്പോടാം നാളെ തന്നെ. അപ്പാട് അതിന് പിറ്റേന്ന് ഞാൻ കയറിയിട്ട് പോയി. അപ്പോൾ ഇത് അമ്മാവൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാളിങ്ങനെ ജാമ്യത്തിൽ ഇറക്കിയതാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം ഞാനും പറഞ്ഞിട്ടില്ല. നാട്ടിൽ വന്നതിന് ശേഷമാണ് സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, എടാ നിൻ്റെ കേസ് വിധി വന്നിന് 1000 അടി 6 മാസം ജയിൽ ശിക്ഷ. അൽഹംദുലില്ലാഹ് ഞാൻ നാട്ടിലെത്തിന് കേട്ടാ. പിന്നെ അറബികളല്ലേ, അവരവരാണെന്ന് പറഞ്ഞ് തീർത്തിട്ട് സംഭവം തീർന്ന് കാണും. ഞാനവിടെ പെട്ടുപോയൊക്കെ വല്ലാത്തൊരു പോക്ക. അങ്ങനത്തെ എല്ലാം കഥ. ക്യാ ദേഖ്തേ ഹോ സൂറത്ത് തുമാരി. ഞാനൊരു ഡയലോഗ് പറയാം.
ദിൽ തു പാഗലേ യാർ. സമ്മൂനി എന്ന് പറയും അറബിയിൽ, ക്ഷമിച്ചാളാണ്. मंदिर तोड़ മസ്ജിദ് തോട് ബനാ സക്താ ഹൈ. അമ്പലം പൊളിച്ചാലും പള്ളി പൊളിച്ചാലും അത് കെട്ടിപ്പടുത്താൻ പറ്റുമെന്ന്, പിന്നെയും അത് പണിതെടുത്തിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന്. മന്ദിർ തോട് മസ്ജിദ് തോട് ബനാ സക്താ ഹൈ, മഗർ ഏക് ഇൻസാൻ കാ ദിൽ തോട് ബനാനെ നഹീ സക്താ ഹൈ. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഹൃദയം വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പുനരുദ്ധാരണം എന്ന് പറയാം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞിന്, അതായത് നിൻ്റെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ നിൻ്റെ ഫ്യൂച്ചർ മാറും. നിൻ്റെ സ്വഭാവം മാറിയാൽ നിൻ്റെ ഫ്യൂച്ചർ മാറും. നിൻ്റെ തലയിൽ എഴുത്ത് മാറുമെന്ന്, എഴുത്ത് മാറ്റാൻ പറ്റുമെന്ന്. സത്യമാണത്. അപ്പം പറയൂ അത് കവാൽപ്പെട്ടതല്ലേ. അങ്ങനെയല്ല, നമ്മളാഴ്ക്കിട്ടുണ്ടാക്കുന്ന കുറേ കവാലുകളുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അതായത് ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറിയെന്നൊരു സഹാബി വന്നിട്ട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞ്, ഒരു മല, അതായത് ചക്കരക്കല്ലുള്ള, എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ചക്കരക്കല്ലെന്നാണ്, ചക്കരക്കല്ലുള്ള മല പോയിട്ട് കണ്ണൂർ 15 കിലോമീറ്റർ അപ്പുറം കണ്ണൂർ കേട്ടാ, കണ്ണൂർ സിറ്റി, അവിടെ പോയി നിന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഞാൻ. പക്ഷെ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. മനസ്സിലായ? ഈ സ്വഭാവം മാറ്റാൻ അള്ളാൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഹിദായത്ത് കിട്ടണത്. അത് ദുആയിലൂടെയും കർമ്മത്തിലൂടെയും നല്ല നിയത്തോടും നല്ല ദുആയിലും നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും. ദീനുമായിട്ട് നമ്മൾ ടച്ചായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ, അതാണല്ലോ നമ്മളെ ഉമർ ഖത്താബിന് എല്ലാം സ്വഭാവം മാറിയിട്ടില്ലേ. ഇൻഷാ അല്ലാഹ് നമ്മൾക്കും സ്വഭാവം മാറ്റി നോക്കാം. मंदिर तोड़ मस्जिद तोड़ बना सकता है, मगर एक इंसान का दिल तोड़ ना बना सकता है.